ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയയ്ക്കിടെ കത്രിക വയറ്റിൽ കുടുങ്ങിയെന്ന പരാതിയിൽ വിശദീകരണവുമായി മെഡിക്കൽ കോളേജ് അധികൃതർ. സംഭവത്തിൽ അന്വേഷണത്തിനായി 4 അംഗ സമിതിയെ നിയോഗിച്ചതായി മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ പത്മകുമാർ പറഞ്ഞു. സർജറി നടത്തിയത് ഡോക്ടർ ഷാഹിദയെന്ന് ആശുപത്രി സൂപ്രണ്ട്. അതേസമയം സംഭവത്തിൽ സമഗ്ര അന്വേഷണം നടത്തണമെന്ന് CPIM ആവശ്യപ്പെട്ടു. ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗത്തുനിന്ന് ഇത് വളരെ ഗൗരവമായിട്ട് തന്നെയാണ് കാണുന്നത്. രാവിലെ തന്നെ അടിയന്തരമായിട്ട് പ്രിൻസിപ്പലും സൂപ്രണ്ടും RMOയും അടങ്ങുന്ന ഒരു സമിതി ഈ വിവരങ്ങൾ സംബന്ധിച്ച ഒരു പ്രാഥമിക അന്വേഷണം നടത്തുകയും കേസ് ഷീറ്റുകളും മറ്റെല്ലാ രേഖകളും പരിശോധിച്ച് കിട്ടിയ ലഭ്യമായിട്ടുള്ള വിവരങ്ങൾ ഗവൺമെൻറ്റിൽ ധരിപ്പിക്കുകയും ചെയ്തു. കൂടാതെ കുറച്ചുകൂടി വിശദമായിട്ടുള്ള ഒരു അന്വേഷണം നടത്താനായിട്ട് ഒരു അന്വേഷണ സമിതിയെ നമ്മൾ രൂപീകരിച്ചു. 4 അംഗങ്ങൾ അടങ്ങുന്ന ഒരു അന്വേഷണ സമിതിയെ രൂപീകരിച്ചു. ആലപ്പുഴ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ B പത്മകുമാറാണ് ഈ സാഹചര്യങ്ങളിൽ ഇന്ന് മാധ്യമങ്ങളോട് ഇക്കാര്യങ്ങൾ വിശദീകരിച്ചത്. ഇത്തരം ഒരു ഗൗരവമായ പ്രശ്നം ഉയർന്നപ്പോൾ ഏതൊക്കെ തരത്തിൽ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നു, എന്തൊക്കെ തരത്തിലാണ് നടപടികൾ എന്നൊക്കെയാണ് അദ്ദേഹം വിശദീകരിച്ചത്. വിവരങ്ങളുമായി ഷാജഹാൻ ചേരുകയാണ്. ഷാജഹാൻ, ഇന്നിപ്പോൾ പ്രിൻസിപ്പൽ പറഞ്ഞതുപോലെ, സൂപ്രണ്ട് പറഞ്ഞതുപോലെ ആരോഗ്യമന്ത്രിയും ഇതുമായി ബന്ധപ്പെട്ട് വളരെ ശക്തമായൊരു അന്വേഷണത്തിന് പോവുകയാണ്. സമയബന്ധിതമായ അന്വേഷണമാണോ നടക്കുക? നടപടികൾ ഉടൻ ഉണ്ടാകുമോ? അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. അതുപോലെ തന്നെ അവരുടെ ശസ്ത്രക്രിയ നാളെയാണ് തീരുമാനിച്ചിരിക്കുന്നത്, അല്ലേ? അതെ ശരത്, എറണാകുളത്തെ ഒരു സ്വകാര്യ ആശുപത്രിയിലാണ്. നമുക്കറിയാം, ആലപ്പുഴ മെഡിക്കൽ കോളേജ് 5 വർഷം മുൻപ് നടന്ന കോവിഡ് സമയത്താണ് ഇങ്ങനെ ഒരു ശസ്ത്രക്രിയ നടന്നത് എന്നാണ് ഡോക്ടർ പത്മകുമാർ അല്പസമയം മുൻപ് നമ്മോട് വ്യക്തമാക്കിയത്. അന്നത്തെ യൂണിറ്റ് ചീഫ് ഡോക്ടർ ലളിതാംബികയായിരുന്നു. അവരുടെ നേതൃത്വത്തിലായിരുന്നു സർജറി നടന്നത്. പക്ഷേ അന്ന് നടത്തിയ ശസ്ത്രക്രിയയ്ക്ക് ശേഷം നമുക്കറിയാം, സാധാരണ ചില പ്രോട്ടോക്കോളുകളുണ്ട്, എത്ര ഉപകരണങ്ങൾ ഇതിനു വേണ്ടി എടുത്തു, ആ ശസ്ത്രക്രിയയ്ക്ക് ശേഷം അതെല്ലാം തിരിച്ചു വെച്ചു. ഇതൊക്കെ രേഖാമൂലം അവിടെ വെച്ച് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് നിർബന്ധം. പക്ഷേ അത്തരം കാര്യങ്ങളൊക്കെ പരിശോധിച്ചപ്പോൾ അതൊക്കെ വളരെ കൃത്യമാണ്. കാര്യം, ആശുപത്രി തിയേറ്ററിൽ നിന്നും ഇങ്ങനെ ഉപകരണങ്ങളൊന്നും, ശസ്ത്രക്രിയയ്ക്ക് ഉപയോഗിക്കുന്ന ഉപകരണങ്ങളൊന്നും നഷ്ടമായിട്ടില്ല എന്നുള്ളതാണ് ആശുപത്രി അധികാരികൾ പറയുന്നത്. പിന്നെ ഇതെങ്ങനെ സംഭവിച്ചു എന്നുള്ളതാണ് അവരിപ്പോൾ അന്വേഷിക്കുന്നത്. എന്തായാലും ഇത് സംബന്ധിച്ച് അന്വേഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു 4 അംഗ സമിതിയെ നിയോഗിച്ചിട്ടുണ്ട്. അവർ ഏതാണ്ട് ഇന്ന് ഉച്ചയോടുകൂടി തന്നെ ആരോഗ്യവകുപ്പ് മന്ത്രിക്ക് സമഗ്രമായ റിപ്പോർട്ട് സമർപ്പിക്കും. ഇപ്പോൾ നിലവിൽ അന്ന് ഉണ്ടായിരുന്ന ടീമിൽ, അതായത് ഡോക്ടർ ലളിതാംബിക ഇപ്പോൾ റിട്ടയർഡാണ്, മറ്റ് പലരും റിട്ടയർഡ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഒരു ഡോക്ടർ, 1-2 ഡോക്ടർമാർ മാത്രമാണ് ഇപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റിലുള്ളത്. അവരെക്കുറിച്ച് അന്വേഷണം നടത്തി അവർക്കെതിരെ നടപടി ഉണ്ടാവും. മറ്റു ഡോക്ടർക്കെതിരെ ഏത് തരത്തിലുള്ള അന്വേഷണങ്ങൾ നടത്തണമെന്നുള്ളത് സംബന്ധിച്ചും ആരോഗ്യവകുപ്പ് മന്ത്രിയാവും തീരുമാനമെടുക്കുക. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട് അമ്പലപ്പുഴ MLAയും അതോടൊപ്പം തന്നെ CPM ജില്ലാ സെക്രട്ടറി അടക്കമുള്ളവർ രംഗത്ത് വന്നിട്ടുണ്ട്. ആശുപത്രിയുടെ പേര് കളങ്കമാകുന്നു, ജനങ്ങളെ സർക്കാർ ആശുപത്രിയിൽ നിന്ന് മാറ്റി നിർത്തുന്ന തരത്തിലുള്ള പ്രവണത ഇതുമൂലം സൃഷ്ടിക്കപ്പെടുന്നു. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാൻ പാടില്ല. അതുകൊണ്ട് സമഗ്രമായ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കുന്നതിനാണ് 4 അംഗ കമ്മീഷനെ ആലപ്പുഴ മെഡിക്കൽ കോളേജ് അധികാരികൾ ഇപ്പോൾ നിയോഗിച്ചിരിക്കുന്നത്. ശരി, ഷാജഹാനാണ് ആലപ്പുഴയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. വിട്ടുവീഴ്ചയില്ലാത്ത ശക്തമായ നടപടികളുമായി തന്നെ മുന്നോട്ട് പോകാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടന്നുവരുന്നത്.